വെൽക്കം ടു അമ്മുണ്ണി വ്ളോഗ്സ്. അമ്മുണ്ണി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ ഞങ്ങളുടെ ആയിട്ട് ഓണമാണ് ഗൈഷ്. ഞങ്ങളിങ്ങനെ നോക്കി കുത്തിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിന് എടുത്ത ഡ്രസ്സല്ല ഇട്ടേക്കുന്നത്. ഞാനൊരു സെറ്റ് മുണ്ട് എൻ്റെ ഉണ്ടായിരുന്നു, അമ്മ വാങ്ങി തന്നത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കൊടുത്തു. അവന് ദേഷ്യം പിടിക്കുന്നത്. അവന് വാങ്ങി കൊടുത്തതാണ് ഏട്ടൻ്റെ വക ഗിഫ്റ്റ്. ഇന്നത്തെ പൂക്കളം അച്ഛനും മോനും വകയാണ്. അവർ പൂക്കളിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ കരയുന്നുണ്ട് ഗൈസ്. ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. ഓക്കെ. അങ്ങനെ പൂക്കളിട്ട് കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വാവ കരഞ്ഞു. ഏട്ടാണെങ്കിൽ ഇത് കുറച്ചിട്ടിട്ട് പിന്നെ ഏട്ടൻ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് സമയമില്ല, ഫുഡ് ഉണ്ടാക്കണം. നേരെ കിച്ചണിൽ പോട്ടെ. എന്താണ് ഇന്നത്തെ കറി? അങ്ങനെ പൂക്കളത്തിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറി. അപ്പം ഇന്ന് കറിക്ക് ചിക്കൻ ഉണ്ട്, മത്തി പൊരിക്കാനുണ്ട്, പിന്നെന്താ മത്തിയും സൂത മീൻ പൊരിക്കാനുണ്ട്, അവിയൽ വെക്കാനുണ്ട്, സാമ്പാർ രാവിലെ ഇഡ്ഡലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത്രയും കറികളൊക്കെ ഉണ്ട്. പപ്പടം വറക്കണം. അങ്ങനെ കുറച്ച് പണിയിലാട്ടോ. പിന്നെ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി കാണിക്കുക. വാവച്ചിപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. ഏട്ടന് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാവരും കൂടി അവർ ജോലിയാവാണ്. അപ്പം അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് സദ്യക്ക് ക്ഷണിച്ചാണ്. അപ്പോൾ അവരൊക്കെ ഫുഡ് അപ്പോഴത്തേക്ക് ആക്കണ്ടേ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി പറയാം വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അപ്പോഴത്തെ വീട്ടിൽ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ നിന്നിട്ട് മോളുടെ കൂടെ 2 ഫോട്ടോസൊക്കെ ഞാനും അവളും കൂടെ നിന്ന് റെഡ് കളർ കോമ്പിനേഷൻ വെച്ചിട്ട് എടുത്താട്ടോ. പിന്നെ അവളൊരു പായസം കൊണ്ടുതന്നു അനു. അവളവിടെ യെസ്. അപ്പോൾ എൻ്റെ അടുക്ക് എൻ്റെ കൂട്ടുകാരി അനു വന്നപ്പോൾ അവിടെ വെച്ച് ഇത്തിരി ബീഫ് കറി ബിരിയാണി ഓണത്തിന് ഇതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൊണ്ടു തന്നിട്ടുണ്ട്. അതായിട്ടുണ്ട്. ഇവിടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മീൻ പൊരിക്കാനുണ്ട്, മത്തിയുണ്ട്, സൂതയുണ്ട്, അവിയലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷം ഞാൻ പറയാം കേട്ടോ. അങ്ങനെ മക്കളുടെ ഇടയിൽ പോയിട്ട് പൂക്കളിടട്ടെ. മക്കളുടെ വകയുള്ള പൂക്കളം. ഇത് ഞങ്ങളുടെ വക പൂക്കളം. യെസ്. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി മാറ്റി കഴിഞ്ഞിട്ടോ. അപ്പോൾ റെഡിയായി സെറ്റായി. മുടി ഒന്ന് പൊക്കി കേട്ടി. ഇപ്പം സമയം എത്രയെന്നറിയോ? ഇപ്പം സമയം 5:30-6 മണിയായിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് 6 മണി, ഷാർപ്പ് 6 o'clock ആയി. ഇപ്പം നാളെ രാവിലെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഓണം കഴിഞ്ഞ് പിറ്റേന്ന്. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ അന്ന് തന്നെ പോകാൻ വേണ്ടി ആദ്യം ഇവിടെ കച്ചറ. അപ്പോൾ ബസ്സിനെ മാറ്റിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കോഫി ഒക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സ് അവനിട്ടു. ഞങ്ങളൊരു വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ ഞാനും ഇട്ടു. ആദ്യം റെഡി ആയിട്ടുണ്ട്. ആദ്യം കാണിച്ചിട്ട് ഒരു മിനിറ്റ്. ഇതാണ് ആദ്യയുടെ ഔട്ട്ഫിറ്റ്. ആദ്യം ഇതാണ് ഡ്രസ് കോഡ്. കണ്ടോ? ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഇനി 2 സാധനം കൂടെ എടുത്ത് വെക്കാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങും. പോണ വഴിക്ക് വീഡിയോ കാണിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ നൈറ്റ് പോകുന്നത്. വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്ന് എത്തും. ഓക്കെ. പോയിട്ട് ബാക്കി കാണിച്ചത്. യെസ്. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടപ്പോൾ ബസ്സു ഉറങ്ങുകയാണ്. ആദ്യം ഇവിടെ ഉണ്ട്, വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇറങ്ങി. ഇന്ന് വരുന്നവരും വീട്ടുകാർക്ക് അറിയത്തില്ല. വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടില്ല ഞാൻ വീട്ടിലോട്ട്. ജസ്റ്റ് ഞങ്ങൾ വിചാരിച്ചൊന്ന് പോയി പോരാം. മൺഡേ ക്ലാസ് തുറക്കും. അപ്പോൾ ഒന്ന് പോയാൽ ഫ്രൈഡേ അല്ലേ, നാളെ സാറ്റർഡേ സൺഡേ ഒക്കെ ഇറങ്ങാതിരിക്കും. സൺഡേ എന്നിട്ടില്ല മൺഡേ പോരും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ. ബസ് ഉറക്കത്തിലാണ്. ഞാൻ അവന് കൊടുക്കാൻ പാലൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം റെഡിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ പുറത്തിറങ്ങിയത് ATM ഇറങ്ങിയതാണ്. എന്നിട്ട് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ.
വീട് എത്ര വരെ വ്ളോഗ് എടുക്കണം എന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. മാക്സിമം നോക്കാം. പുതിയ റോഡിൻ്റെ പണി കഴിഞ്ഞതൊക്കെ ഞാൻ വീഡിയോ പോലെ എടുത്താട്ടോ. നല്ല സുഖമാണ് ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇപ്പോൾ സമയം 9:45 കഴിഞ്ഞ്. നമ്മളിപ്പോൾ ഗുരുവായൂർ റൂം എടുത്താട്ടോ. ഗുരുവായൂരെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. ഭാവിക്ക് ചോറൂണാവാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് ഇഷ്ടംമാതിരി റൂംസ് അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ റൂം എടുത്താണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നാളെ രാവിലെ പോകുള്ളൂ. കാരണം നൈറ്റ് ഡ്രൈവ് റിസ്ക് അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ആദ്യയുടെ ഒരു ആഗ്രഹപ്രകാരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് വാവിച്ചവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതാണ് റൂം വരുന്നത്. 2 കട്ടിൽ. അപ്പോൾ ഏട്ടനിപ്പോൾ പുറത്തോട്ട് പോയതോ ഫുഡ് വാങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ റൂം എടുക്കുന്നത്. ഇപ്പോൾ ആദ്യയുടെ ഫാഷൻ ഷോയുടെ സമയത്തും അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഗുരുവായൂർ വരുമായിരുന്നു ആദ്യമുള്ള സമയത്ത്. അത് മീൻസ് ആദ്യയുടെ കുഞ്ഞു പ്രായത്തിൽ. അപ്പോൾ ആ പ്രായത്തിൽ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഗുരുവായൂർ റൂം എടുക്കുമായിരുന്നു. ആ റൂം എടുക്കുന്ന സ്ഥലത്ത് തന്നെ റൂം എടുത്തേക്കണം കേട്ടോ. കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം എന്താ പറയുക, ചെറിയ റൂമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ചെറിയ റൂം മതി, 2 കട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് ബസ്സുവിനും ഇവിടെ കിടക്കാം, അവർക്ക് അച്ഛനും മകനും ഇവിടെ കിടക്കാം. അപ്പോൾ അങ്ങനെ ആക്കിയേക്കണമെങ്കിൽ നാളെ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. പുറത്ത് നിറച്ച് ഷോപ്പുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വന്നവർക്കറിയാം, പുറത്ത് നിറച്ച് കടകളല്ലേ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകും. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 1.5 മണിക്കൂറുള്ളൂ കേട്ടോ. പുതിയ റോട്ടിൽ കൂടെ ആയിട്ട് ഞങ്ങൾ വന്നതൊക്കെ. അതുകൊണ്ട് നല്ലപോലെ ഡ്രൈവ് ചെയ്ത് സ്പീഡിൽ ഇങ്ങനെ പോരാൻ പറ്റി. മറ്റേ റോട്ടിലെ പോലെ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നാളെ രാവിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ. യെസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി 2 ദിവസം വീട്ടിലൊക്കെ നിന്നിട്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. തിരിച്ച് കോഴിക്കോട്ടേക്ക് വരികയാണ്. ബദ്രി ഉറങ്ങി. ആദ്യം ഇവിടെയുണ്ട്. എവിടെ ആദ്യയുടെ അച്ഛൻ ഇവിടെയുണ്ട്. ഇല്ല, ബദ്രിയുടെയും കൂടെ അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പോണ വഴിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ സമയമൊന്നും കിട്ടിയില്ല. നമ്മളൊന്നും വീട്ടിൽ ചെന്നപ്പോൾ വിലയില്ല. ഇപ്പോഴത്തെ താരം കിടക്കണം. താരത്തിനെ വരവേൽക്കാനായിരുന്നു എല്ലാവർക്കും ധൃതി. അതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എന്നെയൊന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. എവിടെയും കയറുമായിരിക്കും, ഇല്ലായിരിക്കും, പറയാനൊന്നും പറ്റില്ല. ഓക്കെ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. പോണ വഴിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം വിശേഷം. ഓക്കെ, താങ്ക് യു.